സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സന്ദർഭമാണ്. നമ്മൾ ഈ സമരത്തിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരത്തിൽ പങ്കെടുക്കാൻ കൂടിയിട്ടുള്ളത് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ചരിത്രം അത്യാവശ്യം അറിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ EMS ഗവൺമെന്റിന്റെ തുടക്കത്തിലാണ് ഈ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അത് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സാഹസികവും ത്യാഗപൂർണവും ആവേശോജ്വലമായ സമരം 1857 സമരം. ആ സമരത്തിന് 100 വർഷം തികഞ്ഞ 1957 ഈ സ്മാരക കൂടെ പൂർത്തിയാക്കിയത്. ഇന്നിപ്പോ നമ്മൾ ഈ സമരം തുടങ്ങുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കടയുടെ അർത്ഥഗംഭീരമായ കവിതാലാപനത്തോടുകൂടിയാണ് തുടങ്ങിയതെങ്കിൽ 1957 ഈ രക്തസാക്ഷി സ്മാരകം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷിക വേളയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്മാരകം, അതിന്റെ ഉദ്ഘാടന വേളയിൽ ഒരു ഗാനമുണ്ടായി. അതായത് ബലികുടീരങ്ങളെ എന്ന ഗാനം വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന ആ രചന APSC നാടകഗാനമായിട്ടാണ് പലരും ഓർക്കാറുണ്ടെങ്കിൽ അല്ല, അത് നാടകത്തിൽ പിന്നീട് വന്നതാണ്. ഇവിടെ 1957 രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ചിട്ടാണ് അതിന്റെ ആ ചടങ്ങിന്റെ സ്വാഗതഗാനമായിട്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതെന്നാണ് എന്റെ ഓർമ്മ. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന അത്യാവേശകരമായ ആ ഗാനവും 1857 സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഊർജവും ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഇന്ത്യയെ പുറകോട്ട് നടത്തിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സമ്പാദനത്തിലൂടെ നേടിയ ഭരണഘടനാ മൂല്യങ്ങൾ, പൗരാവകാശങ്ങൾ, ജനാധിപത്യ സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശം, ഇത് മുഴുവൻ നശിപ്പിക്കുന്ന നയങ്ങളുമായി നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിൽ തുടങ്ങി ഇന്ത്യയുടെ നാനാഭാഗത്തേക്കും പടരുന്ന ഈ പോരാട്ടം വിദ്യാർത്ഥികളും യുവതയും പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പോരാട്ടം അത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇതിനോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ വിവരം, ലണ്ടനിൽ വിദ്യാർത്ഥികൾ, ഇംഗ്ലണ്ടിൽ വിദ്യാർത്ഥികൾ, അവിടെ SFIയുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ SFIക്കാർ മാത്രമല്ല, ഇംഗ്ലീഷുകാരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അണിനിരത്തിക്കൊണ്ട് അവിടെ ഐക്യദാർഢ്യ സമരം നടക്കുകയാണ്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ
വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ വിഭാഗം ജനങ്ങളോടും ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുവോളം കാലം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് എന്ന പ്രഖ്യാപനം നടക്കുകയാണ്.